ഇന്നിപ്പം നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ചേട്ടായും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി ഇതുവരെ ആറ്റുകാൽ അമ്പലത്തിൽ പോയിട്ടില്ല, എപ്പം വന്നാലും ഓർക്കും പോകണമെന്ന്, പക്ഷെ നടക്കാറില്ല. അപ്പം എന്തായാലും ഈ പ്രാവശ്യം പോകാൻ നിർത്തും. അങ്ങനെ ഞങ്ങൾ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണല്ലോ. ഇപ്പോഴായിരിക്കും പോകാനായിട്ട് ഉള്ള സമയമായത് അല്ലേ. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി, കാരണം അവിടുത്തെ തിരക്കിന്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ പോയാൽ നടക്കിന്ന് തൊഴുതിട്ട് വരേണ്ടി വന്നിട്ടുണ്ട്, കാരണം അതുപോലത്തെ തിരക്കായിരിക്കും. ഈ പ്രാവശ്യം എങ്ങനെ മേമേനെ കിട്ടിയതുകൊണ്ട് ഇപ്പൊ ഫുൾ ടൈം അവൻ മേമയുടെ കയ്യിലാണ് കേട്ടോ. പിന്നെ അടങ്ങിയിരിക്കുന്ന പരിപാടി പണ്ടേ ഞങ്ങളില്ല, 2 കൈ പോലും തികയത്തില്ല അവനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. ഓരോ ദിവസം ഞങ്ങളുടെ കുരുത്തക്കേട് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതും പോരാഞ്ഞിട്ട് ഇപ്പം നല്ല അടി തുടങ്ങിയിട്ടുണ്ട്. മോന്തക്കിട്ടും കണ്ണിനിട്ടും മൂക്കിനിട്ടൊക്കെയാണ് നല്ല ഇടിയും അടിയൊക്കെ തരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, എനിക്കാണെങ്കിൽ മേൽ നോവുന്ന കാര്യമേ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമ്മൾ നിസ്സഹരായി. അങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ. എന്തായാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ലപോലെ കണ്ടു തൊഴാൻ പറ്റി. അങ്ങനെ അമ്മയ്ക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചത് ഞങ്ങൾ തൊഴാൻ വേണ്ടി പോയി. പിന്നെ അകത്തോട്ട് ഫോണൊന്നും അലോഡല്ല, എല്ലാം അവിടെ തന്നെ അവർ മേടിച്ചു. പിന്നെ ഒരു കണക്കിന് നോക്കിയാൽ അത് നല്ലതാണ്, അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോണിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ നല്ലപോലെ ദേവീനെ കണ്ടു തൊഴാൻ പറ്റി കേട്ടോ. എന്തായാലും ഇത്രയും നാൾ പോയിട്ട് ഇന്നാണ് കേട്ടോ ഏറ്റവും നല്ലപോലെ കണ്ടെന്ന് തൊഴാൻ പറ്റിയത്. അങ്ങനെ അമ്പലത്തിന് തൊഴുതൊക്കെ ഇറങ്ങി അരവണയും പ്രസാദവും ഒക്കെ മേടിച്ചു. പാവം എൻ്റെ കിച്ചൂടിനാണെങ്കിൽ അത്രയും നേരം അവിടെ നിന്നിട്ട് വഴക്കൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ, ആള് സൈലന്റ് ആയിരുന്നു. അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങുന്നതിന് ഒരു പ്രത്യേക സമാധാനമാണല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്.